ഹായ് എവരിവൺ. 2014 ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഇന്റർസ്റ്റെല്ലാർ. ഇപ്പോ ഈ ഒരു 2025 ഏതാണ്ട് ഒരു 11 വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഇപ്പൊ വീണ്ടും ഈ ഒരു സിനിമയുടെ പേര് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് 2014 റിലീസായിട്ടുള്ള ഇന്റർസ്റ്റെല്ലറിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഈ ഒരു ഇന്റർസ്റ്റെല്ലർ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4K റെസൊല്യൂഷനിലും അതുപോലെ തന്നെ ഐമാക്സിലൊക്കെ ഇപ്പൊ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ റിലീസ് ചെയ്യുന്ന ദിവസം നമ്മൾ ടിക്കറ്റ് നോക്കുകയുണ്ടായി. അപ്പോ ഇന്നലെ വെള്ളി, ഇന്ന് ശനി, ഞായർ 3 ദിവസത്തെ ടിക്കറ്റ്, ഏതാണ്ട് ഒരു 3-4 ഷോ ഒരു ദിവസം വരുന്നുണ്ട്. ഇതിൽ തന്നെ 3 ദിവസത്തെ ടിക്കറ്റും ഫുള്ളി എന്താ പറയുന്നത് ബുക്ക്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചൊരു സൈഡ് സീറ്റിലെ ഒരു ടിക്കറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രത്തോളം ആളുകൾ ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയാണ് ഇന്റർസ്റ്റെല്ലാർ. അപ്പൊ അതിനൊപ്പം നമ്മൾ കാണുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഒരു രീതി നോക്കുന്ന സമയത്ത് അതിനനുസരിച്ച് സിനിമയ്ക്ക് അനുസരിച്ച തരത്തിലുള്ള ഓഡിയൻസ് ആണ്. ഒരു 10:30 ഉള്ള ഷോ ആയിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു സൈലൻസ് വേണ്ട, അവിടെ സൈലൻസ്, ആ ഒരു മ്യൂസിക്കും അതുപോലെ തന്നെ വിഷ്വൽസും നമ്മളെ കൊണ്ടുപോകും, മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഒരു യാത്ര വളരെ രസകരമായിരുന്നു അത്. അപ്പൊ നമ്മുടെ ഇന്റർസ്റ്റെല്ലർ വീണ്ടും ഇപ്പോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് മിസ്സാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു വലിയൊരു ചാൻസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ചാൻസ് നഷ്ടമാക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇനി ഒരു പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലീസ് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വീണ്ടും തിയേറ്ററുകളിലൊക്കെ ഈ ഒരു ചിത്രം എത്തുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ചാൻസ് ഒരിക്കലും ആരും മിസ്സാക്കരുത് എന്നുള്ളതാണ്. പൈസയൊന്നും നോക്കണ്ട. ഈ പറയുന്ന സിനിമ നമ്മൾ 2014 ശേഷം ഫോണിലും സിസ്റ്റത്തിലും ഒക്കെ ആയിരിക്കും അധികം ആളുകളും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അതൊരു ബിഗ് സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാവരുടെയും ഒരുമിച്ച് ഇരുന്നിട്ട് ആ ഒരു സിനിമ കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതാരും നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു സിനിമ കാണുന്നു, ഒരുപക്ഷെ നമ്മുടെ അടുത്ത ജനറേഷന്റെ ഒപ്പവും നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു സിനിമ കാണും. പക്ഷെ അപ്പോഴും ആ ഒരു ഫ്രഷ്നെസ്, 2014 ഇറങ്ങിയ സിനിമയാണ്, നമ്മളിത് ഒന്നിൽ കൂടുതൽ തവണ എന്തായാലും ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ വീണ്ടും തിയേറ്ററിലോട്ട് എത്തുന്ന സമയത്ത് പുതിയൊരു സിനിമ കാണുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ മ്യൂസിക് ആയാലും ശരി, അതിന്റെ വിഷ്വൽസ് ആയാലും ശരി, നമ്മളൊരു മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിനകത്തൊരു വേം ഹോളിലൂടെയുള്ള യാത്രയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ബിഗ് സ്ക്രീനിൽ കാണാന്ന് പറയുന്നത് നമുക്ക് കിട്ടിയുള്ള ഭാഗ്യമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അത്രയും മികച്ച രീതിയിലാണ് അതിന്റെ വിഷ്വൽസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റിലീസിനെ തുടർന്ന് വലിയ രീതിയിൽ കേരളത്തിൽ മൊത്തം വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള സിനിമയാണ് ഇന്റർസ്റ്റെല്ലർ. ആ ഒരു തിക്കും തിരക്കും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. എന്തായാലും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമ ഒഴിവാക്കരുത്. ടിക്കറ്റ് കിട്ടുന്ന ദിവസം ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു 10-15 ദിവസം തന്നെ ഈ ഒരു സിനിമ ഓടുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത് കാണാനുള്ള ആ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സിനിമയിലോട്ട് വരുന്ന സമയത്ത് സിനിമയുടെ റിവ്യൂ ഒന്നും നമ്മൾ പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. ഏതാണ്ട് ഒരു 10-11 വർഷമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ്. മാത്രമല്ല ലോകത്തെമ്പാടും വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ കാണുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം കൂടിയാണ് ഈ ഒരു ഇന്റർസ്റ്റെല്ലർ എന്ന് പറയുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ എക്കാലത്തെയും വർക്കുകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ചരിത്രം തന്നെ കുറിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ഇന്റർസ്റ്റെല്ലർ എന്ന് പറയാം. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഒരു അവസരം നമുക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു അവസരം യൂസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.